ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ നടത്തൊക്കെ കഴിഞ്ഞാണ്ട് പാലും കൊണ്ടിങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം പാലും വണ്ടിക്കാരൻ പാലും പാത്രത്തിൽ പാലൊക്കെ ഒഴിച്ച് വെച്ചാണ് മൂപ്പര് പോകട്ടോ. ഓണടിക്കുമ്പോൾ നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ പോണതിന് മുന്നേ തന്നെ പാത്രം അവിടെ വെച്ചുകൊണ്ടാണ് പോവുക. അപ്പം ഇനി സുബൈ ബാങ്ക് നേരം വൈകിട്ടാണല്ലോ. അപ്പോൾ പിന്നെ ജമാഅത്ത് കഴിയുമ്പോഴത്തേന് 5:55 ആവും. പിന്നെ നടക്കാൻ പോകുമ്പോഴത്തേന് തന്നെ 6 മണിയാവും. അപ്പോൾ കുറച്ച് സമയം രാവിലെ കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പം തിരക്കുള്ള ദിവസം ഞാൻ പുട്ടാണ് സാധാരണ ഉണ്ടാക്കല്. അപ്പം ഒന്നും നമുക്ക് പുട്ടാണ് കേട്ടോ കടി. അങ്ങനെ നമ്മളെ അനിയത്തിൻ്റെ മോൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അത് പിന്നെ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ കേക്കിനെ ഏൽപ്പിച്ചിരിക്കണ്. അതേപോലെ കുറച്ച് ചിക്കൻ പൊരിച്ചതും അതേപോലെ കുറച്ച് പായസം എന്നോട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കണം. അപ്പം ബിരിയാണിയൊക്കെ പോലെ അവിടെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ചിക്കൻ പൊരിച്ചതും പായസവും കേക്കും. അങ്ങനെ ഞാൻ ഏതായാലും ഓട്ടോക്കാണ് പോണത്. അപ്പം ഓട്ടോയിലൊക്കെ കൊണ്ടുപോകുക ഇറങ്ങാണ്ട് എനിക്ക് ഇന്നലെ തലേന്ന് രാത്രി തന്നെ ഓള് വിളിച്ച് പറഞ്ഞിരിക്കണം. അപ്പം ഇന്നലെ രാത്രി തന്നെ ഞാൻ ചിക്കനിൽ മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിക്കാണ്ട് ഒക്കെ ഒന്ന് കായം പുരട്ടി വെച്ചിരിക്കണം. അപ്പം അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിക്കാണ്ട് ഞാൻ പുറത്തേക്ക് വെച്ചിരിക്കണം. അപ്പം ഇനി നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പായസം ഉണ്ടാക്കാനും അതേപോലെ ചിക്കൻ പൊരിക്കാനൊക്കെ. എനിക്കൊരു 12:30 ആകുമ്പോഴത്തേന് പോകും വേണം. അപ്പം ഞാൻ നടക്കാൻ പോണതിന് മുന്നേ തന്നെ പുട്ടുംപൊടിയിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കണ്ടാട്ടോ പോയിക്കണ്. അതേപോലെ കറി ഇന്നലെ തലേന്ന് നമുക്ക് ചിക്കൻ കൊണ്ടുവന്നാണല്ലോ, അതിൻ്റെ പാർട്സൊക്കെ വെച്ച് കണ്ട് പുട്ടൊക്കെ ഒരു കറി ഉണ്ടാക്കിയെടുത്തേക്കണം. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കണ്ടിനി നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അടപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. അപ്പം അടന്ന് ആദ്യം നമ്മൾ വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈസി കുക്കുമ്പോൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കണതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വെട്ടി തിളച്ച വെള്ളത്തിൽ ഇട്ടുകൊണ്ട് അങ്ങനെ തന്നെ മൂടി വെക്കുക. പിന്നെ അത് വേവിച്ചരുത്. ആ തിളച്ച വെള്ളത്തിൽ കടന്നുകൊണ്ട് അങ്ങനെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ 100 ഗ്ലാസ് പായസത്തേക്ക് 1 കിലോ അടയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തത്. അങ്ങനെ കടയിൽ ചെന്ന് നോക്കിയപ്പോൾ 500-ൻ്റെ 1 കിലോൻ്റെ ഒന്നും അടല്ല, 200-ൻ്റെ ഉള്ളൂ. ഒക്കെ നമ്മളെ ഓണത്തിനൊക്കെയാണ് ഇതിങ്ങനെ സീസണായിട്ട് കടയിൽ നല്ലോണം കാണുക. ഇപ്പോൾ 200-ൻ്റെ പേക്കാണ് പറഞ്ഞപ്പോൾ ഞാൻ എന്താട്ടി 5 പേക്ക് വാങ്ങിയാണ്ട് അങ്ങനെ കൊണ്ടുവന്നു. ഒരു 3/4 മണിക്കൂർ തിളച്ച വെള്ളത്തിൽ അട കിടക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വേണ്ടിങ്ങാണ്ട് ഗ്യാസുമ്മ വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കണില്ലാറ് ഗ്യാസുമ്മ സിമ്മിലിട്ടുങ്ങാണ്ട് ഇങ്ങനെ ക്യാരമലായിട്ട് അടുപ്പൊക്കെ കത്തിച്ചങ്ങാണ്ട് അമ്മക്കാണ് വെക്കായി അരച്ചങ്ങാണ്ട് ഞാൻ അങ്ങനെ ചെയ്തെടുത്താണ്. അപ്പോൾ നല്ലോണം പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് നമുക്ക് അതിൽ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഈ പഞ്ചസാര നല്ലോണം മെൽറ്റായി വന്നിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴേ ഇത് കല്ല് പോലെ ആവും കേട്ടോ. അപ്പോൾ ഇതൊന്നിഞ്ഞ് ഗ്യാസ് സിമ്മിൽ കടന്ന് കണ്ടെന്ന് ഇതും മെൽറ്റായി വരണം. അപ്പോൾ കണ്ടോ നല്ലോണം മെൽറ്റായി വന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ അതും കൊണ്ടിപ്പോൾ പുറത്ത് വിറകടുപ്പൊക്കെ കൊണ്ടുവന്നിക്കണം കേട്ടോ. വിറകടുപ്പ് കത്തിച്ചങ്ങാണ്ട് അതൊക്കെ സെറ്റാക്കി വെച്ചേക്കണം. ഇനി ബാക്കിയുള്ള പാൽ നമുക്ക് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 kg അടയാണല്ലോ എടുത്തത്. അതിക്ക് 10 ലിറ്റർ പാലാണ് കേട്ടോ. 100 അടക്ക് 1 ലിറ്റർ പാൽ എന്നുള്ള തോതിലായിട്ട് എടുക്കേണ്ടത്. വെള്ളം നമ്മൾ ആകെ 1/2 ലിറ്റർ വെള്ളം മാത്രമേ ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുള്ളൂ. പിന്നെ പാൽപ്പൊടി വെച്ചങ്ങാണ്ടും ചെയ്യട്ടോ. ഞാൻ പാലാണ് ചേർത്തത്. ഞാൻ ഈ ഗുഡ് ലൈഫിൻ്റെ പാല് വാങ്ങൽ തുടങ്ങിയത് പാക്കറ്റ് പാൽ ആദ്യം കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നതിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ മൊത്തം നമ്മളെ മറ്റേ പാലൊക്കെ നാശമായി പോകും. അപ്പോൾ ഞാനിപ്പോൾ അത് വാങ്ങലില്ല. അപ്പോൾ ഞാൻ ഈ പാക്കറ്റത്തെ ഗുഡ് ലൈഫിൻ്റെ പാൽ തന്നെ വാങ്ങൽ. അതാകുമ്പം അങ്ങനെ കേട് വരുന്ന പ്രശ്നമല്ല. നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് കേടെന്നാൽ പോയില്ലേ. ഒരു പാക്കറ്റ് പാൽ കേടെന്നാൽ മൊത്തം അങ്ങോട്ട് നാശമാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെണ്ടരത്തിൽ നിന്ന് വാങ്ങണം. അപ്പോൾ വെണ്ടർ വരുന്ന നേരത്തെ ഞാനിവിടെ ഉണ്ടാകില്ല. അങ്ങനെ ഈ പാലൊക്കെ ചൂടായി വരുന്ന നേരത്തെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കുറച്ചിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ 100 ഗ്ലാസ് പായസത്തേക്ക് 2 കിലോ പഞ്ചസാരയാണ് ഞാൻ കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്തത്. പിന്നെ മധുരത്തിന് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരടുപ്പത്ത് അങ്ങനെ പായസം നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ഇപ്പുറത്തെ അടുപ്പത്ത്
തീയൊക്കെ മൂട്ടി അവിടെ ചിക്കനും പൊരിച്ചെടുക്കുക. അപ്പോൾ രണ്ടും നമുക്ക് ഒപ്പം ഇങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ രാവിലത്തെ ചായയും കടിയും മക്കൾക്കൊക്കെ ചായ കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ പുറത്തിറങ്ങിയത്. ഞാനിതിൻ്റെ മുന്നേ പാക്കറ്റ് പാൽ കൊണ്ടുവന്നപ്പം അങ്ങനെ ഒരു പാക്കറ്റ് ഇങ്ങനെ തിളപ്പിച്ചപ്പോൾ അതിങ്ങനെ പിരിഞ്ഞു പോയിട്ടോ. അപ്പോൾ ആദ്യം ഒരു പാക്കറ്റ് മാത്രമേ തിളപ്പിച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് ഞാൻ മൊത്തം ഒന്നായിട്ടിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ആ ഒരു പാക്കറ്റ് പാലിൽ മറ്റേ പാക്കറ്റൊക്കെ നാശമായി പോവുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെയാണ് നിർത്തി പാക്കറ്റ് പാൽ വാങ്ങൽ. ഇതിൻ്റെ ഇടയിൽ ഞാൻ അടയൊക്കെ നല്ലോണം പച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് കേക്ക് എടുത്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 3/4 മണിക്കൂറൊക്കെ അതിന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അട 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ നല്ലോണം കേക്ക് എടുക്കണം. അതിന് വേറെ സ്മെല്ലാണ്. ആ സ്മെല്ലൊക്കെ മാറി കിട്ടുവോളം നമ്മൾ നല്ലോണം കേൾക്കണം. അങ്ങനെ കേക്ക് വെച്ച് അടയൊക്കെ ഇട്ടെടുത്തു. അപ്പോൾ പാല് തിളക്കാനായിക്കണം കേട്ടോ. തിളക്കാനായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നമ്മളിങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കുക. പിന്നെ പായസത്തേക്ക് ഒരു ടിന്ന് മിൽക്ക് മേഡ് ഫുള്ളായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തു. അതേപോലെ കുറച്ച് ഏലക്ക പൊടിച്ച് കണ്ട് അത് ഇട്ട് കൊടുത്തിട്ടോ. ലാസ്റ്റ് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത്. ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കട്ടോ. ബട്ടറാണ് നല്ല ടേസ്റ്റ് വരിക പായസത്തിന്. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മളെ പായസവും അതേപോലെ ചിക്കൻ പൊരിയൊക്കെ സെറ്റായിട്ടോ. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് പണിയുണ്ട്. അപ്പോൾ കേക്ക് ഒന്ന് 2 ടയറും ഒന്ന് ഫ്ലാറ്റായി കണ്ട് കട്ട് ചെയ്ത് കണ്ട് ഒരു കേക്ക് അങ്ങനെ 2 കേക്കാട്ടോ പറഞ്ഞത്. ഈ 2 ടയറിൻ്റെ കേക്ക് 2 kg ആണ് കേട്ടോ. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളത് 1 kg. അങ്ങനെ 3 കിലോ കേക്കാണ് കൊണ്ടുപോയത്. അപ്പം ബോറടി ഇല്ലാതാക്കാൻ എൻ്റെ മീതു നല്ല പാട്ടൊക്കെ പാടിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനൊന്നും അറിയാതെ അവൻ്റെ പാട്ടൊന്നും ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അങ്ങനെ സമയമായി തുടങ്ങിട്ടോ. അപ്പം ഇനി പായസമൊക്കെ പാക്ക് ചെയ്യാണ്. ഒരു എന്താ പറയുക, ഒരു പാത്രത്തിലാക്കിങ്ങാണ്ട് ഇങ്ങനെ കവർ കൊണ്ട് അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തുങ്ങാണ്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. വീട്ടിലെത്തിട്ടോ. അപ്പോൾ വണ്ടി താഴത്തേക്ക് ഇറക്കുന്നുണ്ട്. അവിടെ മതിലും പണി മുറ്റപ്പണിയൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ പായസമൊക്കെ ചെമ്പ് കയറ്റണമെങ്കിൽ മുറ്റത്തേക്ക് ഇറക്കണം. അങ്ങനെ അവളെ നാത്തൂന്മാരും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. നാത്തൂന്മാരും മക്കളൊക്കെ ഉണ്ട് അവിടെ. ഇത് വലിയ നാത്തൂനാണ്.
അവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഞങ്ങളും അതേപോലെ ഉള്ള നാത്തുമാരും കുട്ടികളും തന്നെ ഉള്ളു. ഇപ്പോൾ വെക്കേഷൻ അല്ലേ, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എമ്മി ഇപ്പി അതേപോലെ ഹാങ്ങളുടെ മക്കളും 3 ഓലും വന്നിക്കണം. അങ്ങനെ എല്ലാവരും ബർത്ത്ഡേൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒന്ന് ഒത്തുകൂടി, അത്ര തന്നെ. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ നേരമായി. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഫുഡൊക്കെ മക്കൾക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഇമ്മയൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടോ അപ്പം എത്തിയത്. ഇത് എൻ്റെ അപ്പയാണ് കേട്ടോ, അറിയാത്തവരോട് ഞാൻ പറയുകയാണ്. ഇത് മറ്റേത് പൂമോളെ ഇവിടുത്തെ അപ്പയും. അങ്ങനെ 2 അപ്പന്മാരുമാണത്. അങ്ങനെ ആണുങ്ങൾക്ക് അപ്പുറത്ത് ചോറൊക്കെ വെച്ചെടുത്ത് പോലെ കഴിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളും കഴിക്കാം കേട്ടോ. അപ്പം അങ്ങനെ അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കണം കേട്ടോ ഓലമ്മ. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ എമിക്കുട്ടൻ ആകെ അന്തം വിട്ടിക്കണം. ഓന് കേക്ക് നമുക്കൊന്നല്ലോ നോക്കണത്. പിന്നെ ലാസ്റ്റ് കരച്ചിലായി. ഇപ്പം ഇത് ഓനിപ്പോൾ ഒന്നും അറിയില്ല. കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ ഓന് എന്താ പറയുക, അന്തം വെക്കണ കാലത്ത് നമ്മളെ ചാനലിലുണ്ടാവുമല്ലോ. അപ്പോൾ ഓനിങ്ങനെ കാണും ചെയ്യതൊക്കെ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലും കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ അവിടെ ഓലെ പെരൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിങ് എടുത്തിട്ടുണ്ട് നാണി. അപ്പോൾ അവിടെ നാണി പറഞ്ഞ അനിയത്തിൻ്റെ ഭർത്താവ്. അപ്പോൾ അതിൽ കോട്ടേഴ്സുകളുണ്ട്. അപ്പോൾ അത് പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ കാണാൻ ഭയങ്കര രസമാണ് അവിടെ. അപ്പോൾ കിച്ചണിൽ നിന്നൊക്കെ നോക്കിയാൽ പുഴയാണ് കാണുന്നത്. ഭയങ്കര എന്താ പറയുക, ഒരു വൈബുള്ള സ്ഥലം. ഇതൊക്കെ ഫുള്ള് ബുക്കിങ്ങാണ് തോന്നുന്നു കേട്ടോ. റോഡ് സൈഡും അങ്ങാടിയും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ആൾക്കാരാവും ചെയ്യും. അങ്ങനെ പണിയൊക്കെ തകൃതായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 നിലയിലാണ് കേട്ടോ. നല്ല സൗകര്യമുണ്ട്. ഹാളും പിന്നെ 2 ബാത്റൂമും 2 ബെഡ്റൂമും പിന്നെ കിച്ചനും അങ്ങനെയൊക്കെ ആയിട്ട് സിറ്റ് ഔട്ടൊക്കെ ആയിട്ട് നല്ല സൗകര്യമുള്ള കോട്ടേഴ്സ്. ഓലെ വീടാട്ടേ കാണുന്നത്. അപ്പോൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ബാത്റൂമിൻ്റെ കഴിഞ്ഞോ? ആദ്യം അത് വരും. കോട്ടേഴ്സൊക്കെ കാണൽ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് നല്ലോണം ശ്രദ്ധിക്കണം. ഹൈവേ റോഡാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.